Hey guys, welcome to Tesni DIY D7. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡോർ ഹാങ്ങിങ് ഡെക്കോറാണ്. അതിനായിട്ട് നമ്മളൊരു പേപ്പർ പീസ് എടുക്കുക. എന്നിട്ട് അത് ഇതിൽ കാണുന്ന പോലെ മടക്കി കൊടുത്തിട്ട് സ്കെയിലോ പേപ്പർ നൈഫോ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് 4 പേപ്പർ പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലൊരു പേപ്പർ പീസ് എടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇതിൽ കാണുന്ന രീതിയിൽ റോൾ ചെയ്ത് കൊടുക്കുക. ഇനി എൻഡിൽ ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു പേപ്പർ സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് പേപ്പർ സ്റ്റിക്കുകൾ മേക്ക് ചെയ്തെടുക്കുക. എന്നിട്ടൊരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഈ സ്റ്റിക്കിൻ്റെ ഒരൊറ്റ മാത്രം ഒന്ന് റോൾ ചെയ്ത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇതൊരു റൗണ്ട് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ചധികം പേപ്പർ റൗണ്ട്സുകൾ മേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഏതെങ്കിലും കളർ വെച്ച് ഇതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഞാൻ അതിനായിട്ട് ബ്ലൂ, വൈറ്റ്, ഓറഞ്ച് അങ്ങനെ 3 കളറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ റൗണ്ട്സുകളെല്ലാം എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു ഓറഞ്ച് റൗണ്ട് എടുത്ത് വെക്കുക. അതിനുശേഷം ഒരു വൈറ്റ് റൗണ്ട് എടുത്തിട്ട് ഇതിൽ കാണുന്ന രീതിയിൽ ഒരു മഴത്തുള്ളി ഷേപ്പിൽ ആക്കി കൊടുക്കുക. അതിനായിട്ട് റൗണ്ട്സിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ DIY ചെയ്യാനായിട്ട് ഇതിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്തിട്ട് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് ചുറ്റിലായിട്ട് സ്കൈ ബ്ലൂ ആണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഓറഞ്ചും കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ക്രാഫ്റ്റിൻ്റെ ഗ്ലൂ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ച ഭാഗം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്തെടുക്കുന്ന ക്രാഫ്റ്റിൻ്റെ മറ്റൊരു പാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റൊരെണ്ണം കൂടി ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിരുന്ന ക്രാഫ്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളും ഈ കാണുന്ന പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം ചെയ്തു വെച്ചിരുന്ന പേപ്പർ റൗണ്ട്സിൽ ബാക്കി വന്നിട്ടുള്ള വൈറ്റ് റൗണ്ട്സും അതുപോലെ ഓറഞ്ച് റൗണ്ട്സും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ക്രാഫ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പുള്ള മിററാണ്. ഇത് ഓരോ റൗണ്ട്സിൻ്റെയും ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. മിറേഴ്സ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ക്രാഫ്റ്റിൻ്റെ എല്ലാ പാർട്സുകളും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ വൂളൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഈ ക്രാഫ്റ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ കാണുന്ന പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത്. ബാക്കി വന്നിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്യാതെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സൈഡ് ഹാങ് ചെയ്യാനായിട്ട് കിട്ടും. വോളിൽ ഹാങ് ചെയ്യുമ്പോൾ ത്രെഡിൻ്റെ ഈ കണക്ഷനിൽ ഹാങ് ചെയ്ത് കൊടുത്താൽ മതി. ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ഈ ക്രാഫ്റ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വോളിലോ അല്ലെങ്കിൽ ഡോറിലോ ഇത് ഹാങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.